എല്ലാവർക്കും നമസ്കാരം. നമുക്ക് മഴതോരും മുംബൈയിലെ അലീനയുടെയും മനുഷ്യൻ്റെയും വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ വൈജയന്തി വീട്ടിലോട്ട് പുതിയൊരു സെർവൻറ്റിനെ അപ്പോയിൻമെൻറ്റ് ചെയ്യുകയാണ്. അങ്ങനെ അവർ രാത്രി എല്ലാവർക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കിയതിന് ശേഷം അവരെ വിളമ്പി കൊടുക്കുകയാണ്. അത് കാണുന്ന വൈജയന്തി പറയും, എങ്കിൽ ഞങ്ങൾക്കെല്ലാം ഫുഡ് വിളമ്പിയില്ലേ, ഇനി നീ ഞങ്ങളുടെ കൂടെ ഇരുന്ന് കഴിച്ചോ സുനിതയെന്ന് പറയുന്നുണ്ട്. അത് ബാലചന്ദ്രൻ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ബാലചന്ദ്രൻ പറയും, ഞങ്ങളെല്ലാം ഫുഡ് കഴിക്കാൻ തുടങ്ങിയില്ല, അതിനു മുമ്പ് നിങ്ങൾ ഫുഡ് എടുത്ത് കഴിക്കുന്നത് ശരിയാണോ? ഞങ്ങളുടെ കൂടെ ഒപ്പത്തിനൊപ്പം വന്ന് ടേബിളിൽ ഇരിച്ച് കഴിക്കുന്നതെന്ന് ചോദിക്കും. ഉടനെ വൈജയന്തി പറയും, അലീനയ്ക്ക് ഇവിടെ നിന്ന് കഴിക്കാമായിരുന്നല്ലോ, അവൾ ഒരു സർവൻ്റ് അല്ലേ എന്ന് ചോദിക്കും. അത് ബാലേന്ദ്രൻ ഒട്ടും ഇഷ്ടപ്പെടത്തില്ല, അവരുടെ മുമ്പിൽ വെച്ച് അങ്ങനെ സംസാരിക്കുന്നത്. അതിനുശേഷം കൃഷ്ണജ പറയുന്നുണ്ട്, നിങ്ങളിവിടെ വെറുതെ കുടുംബകലക്കം ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണോ എന്ന് ചോദിക്കും. അപ്പോൾ സുനിത പറയും, അയ്യോ കുഞ്ഞ്, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല, എനിക്ക് അടുക്കളപ്പുറത്തിരുന്നാലും എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും, എൻ്റെ അടുത്ത് ഇവിടെ ഇരിക്കാൻ പറഞ്ഞുകൊണ്ടാണ് ഞാനിവിടെ ഇരുന്നതെന്ന് പറയും. ഇത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പോഴത്തേക്കും ഞാനങ്ങ് പോയേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സുനിതയും കിച്ചണിലോട്ട് പോകുന്നുണ്ട്. അതിനുശേഷം അവരവർ കഴിച്ച പ്ലേറ്റും കാര്യങ്ങളും എല്ലാം എടുത്ത് കഴുകി ക്ലീൻ ചെയ്ത് വെക്കുകയാണ്. ആ സമയത്ത് സുനിത അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ചോദിക്കും, ചേച്ചി ഇനി എന്തെങ്കിലും ഞാൻ ചെയ്യണമെന്ന് ചോദിക്കും. വേണ്ട, ഇവിടെ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വേണം. വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ട സാധനങ്ങൾ മാത്രം അത്യാവശ്യം ഉള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മതി, ഒരു ലിസ്റ്റ് എഴുതി തന്നാൽ മതി, മേടിക്കാമെന്ന് പറയും. അപ്പോൾ പറയും, ശരി ചേച്ചി, ഈ ചേച്ചി എന്നുള്ള വിളിയൊന്നും വേണ്ട, ഒന്നുകിൽ മേഡം അല്ലെങ്കിൽ കൊച്ചമ്മ അങ്ങനെ വിളിച്ചാൽ മതി എന്ന് പറയും. ശരിയെന്ന് പറയും. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ ബാലചന്ദ്രൻ ബിസിനസ് കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതിരുന്നിട്ട് പറയും, നമുക്ക് ഒരു കാര്യം ചെയ്യാം, എല്ലാവരും ഇട്ടൊന്ന് പുറത്ത് പോകാമെന്ന് കുട്ടികളോട് പറയുന്നുണ്ട്. ആ സമയം അവർ ചോദിക്കും, എന്ത് പറ്റി വെച്ചാൽ ഇന്ന് പതിവില്ലാതെ? എനിക്ക് തോന്നി ഇന്ന് നിങ്ങളെല്ലാവരെയും കൊണ്ട് ഒരു ചെറിയ ഔട്ടിങ്ങിന് പോകണമെന്ന്. രോഹിത് ഇപ്പം റെഡിയായി വരും, നിങ്ങൾ പെട്ടെന്ന് റെഡിയായി വരാൻ പറയും. അങ്ങനെ കൃഷ്ണജിയും ബബിതയൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയായിരിക്കും. കാരണം അച്ഛൻ്റെ കൂടെ ഒരു പ്ലഷർ ട്രിപ്പ് പോകാമല്ലോ എന്ന് കരുതി അവരും പെട്ടെന്ന് തയ്യാറാവുകയാണ്. ഇത് കാണുന്ന വൈജയന്തി ചോദിക്കും, അല്ല എങ്ങോട്ടാണ് നിങ്ങൾ രണ്ടുപേരും കൂടി? ഞങ്ങൾ മാത്രമല്ല അമ്മേ, രോഹിയേട്ടനും അച്ഛനും ഒക്കെ ഉണ്ട്, എങ്ങോട്ടാണ് എല്ലാവരും കൂടി? ഞങ്ങൾ വെറുതെ ഒരു ഔട്ടിങ്ങിന് പോകാമെന്ന് കരുതി, അച്ഛനാണ് പറഞ്ഞത്. അപ്പോൾ ബാലേന്ദ്രൻ ഇന്ന് ഷോപ്പിൽ പോകണ്ടേ, പോകുന്നില്ലായിരിക്കും എന്ന് പറയും. അപ്പോഴത്തേക്ക് ബാലേന്ദ്രൻ റെഡിയായി ഇങ്ങോട്ട് വരുന്നുണ്ട്. അത് കാണുന്ന വൈജയന്തി ചോദിക്കും, എന്തു പറ്റി ബാലേന്ദ്രൻ, പുതിയ ശീലങ്ങളൊക്കെ, എല്ലാവരുമായിട്ടൊരു ഔട്ടിങ്ങൊക്കെ, എന്താ എനിക്കെന്നെ മക്കളെയും കൊണ്ട് പുറത്ത് പോയിക്കൂടാന്ന് ചോദിക്കും. അല്ല ഇപ്പോൾ എന്താ കുറേ നാൾക്ക് ശേഷം ഇപ്പോൾ അങ്ങനെ ഒരു ബോധോദയം തോന്നാമെന്നൊക്കെ ചോദിക്കും. എനിക്കെൻ്റെ മക്കളെയും കൊണ്ട് പുറത്ത് പോകുന്നതിന് ആരുടെയും സമയം കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയും. അപ്പോൾ എന്നെ വിളിക്കുന്നില്ലേ, ഞാൻ നിങ്ങളുടെ ആരാ എന്ന് ചോദിക്കും. അത് എനിക്കറിയാമോ, നീ ആരാന്ന് നീ സ്വയം ചിന്തിക്കണം. പറയും, എനിക്ക് നീ ഇപ്പോൾ ആരുമല്ല, നീ ആരാ എൻ്റെ അടുത്ത് ചോദിക്കാതെ നിൻ്റെ ഇഷ്ടത്തിന് നീ എവിടെയൊക്കെയോ പോയി അലഞ്ഞ് തിരിഞ്ഞ് കറങ്ങി നടന്നു വന്ന ഒരു പ്രേതാത്മാവ് മാത്രമാണ്, അല്ലാതെ നിനക്ക് എൻ്റെ മനസ്സിൽ യാതൊരു സ്ഥാനമില്ലെന്ന് പറയും. ഇല്ലേ, അപ്പം ഞാൻ നിങ്ങളുടെ മനസ്സിൽ എനിക്കൊരു സ്ഥാനം ഇല്ലയെന്ന് ചോദിക്കും. എൻ്റെ മനസ്സിൽ നിനക്ക് ഒരു സ്ഥാനവും ഇല്ല, നീ ആരാണെന്ന് നീ സ്വയം ചിന്തിക്കാൻ പറയും. അത് വൈജയന്തിക്ക് ഭയങ്കരമായിട്ടങ്ങ് ഇൻസൾട്ട് ആവുകയാണ്. അതിനുശേഷം ബാലേന്ദ്രൻ്റെ മനസ്സിൽ ഒരു സ്ഥാനമില്ലെന്ന് ബാലേന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞു. കാരണം അയാളത് ചോദിക്കാതെ ഇഷ്ടത്തിന് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. പിന്നെ ഒരു സുപ്രഭാതത്തിൽ അയാളെ വെല്ലുവിളിച്ചുകൊണ്ട് തിരിച്ച് കയറി വന്നു. അപ്പോൾ ആ ഒരു ദേഷ്യമാണ് ബാലേന്ദ്രന് വൈജയോട് ഉള്ളത്. അങ്ങനെ അവരെല്ലാവരും കൂടി ഒരു ട്രിപ്പ് പോവുകയാണ്. അങ്ങനെ പുറത്തുനിന്ന് ഫുഡൊക്കെ മേടിച്ചു കൊടുക്കും. ടെക്സ്റ്റൈൽസിൽ നിന്ന് തുണിയൊക്കെ എടുത്ത് അവർ ജ്വല്ലറിയിലൊക്കെ പോയി ഒരു അടിച്ചു പൊളിച്ചൊരു കറക്കമാണ് നടത്തുന്നത്. അതിനുശേഷം റെസ്റ്റോറൻറ്റ് ഫുഡ് കഴിക്കാതിരിക്കുന്ന സമയത്തും നമ്മുടെ രോഹിത് വന്നിട്ട് പറയും, അച്ഛാ ഞാൻ പറഞ്ഞ കാര്യം നീ എന്തു പറഞ്ഞു? അല്ല ബൈക്കിൻ്റെ കാര്യമേ. ഓ ബൈക്ക്, നമുക്ക് ആലോചിക്കാം. ഞാനിപ്പോൾ ആലോചിക്കുന്നത് നിനക്കൊരു കാർ എടുത്ത് തന്നാലോന്ന്. കാറോ? അച്ഛൻ സത്യമാണേ പറയുന്നത്. ഇപ്പോഴല്ല, നിൻ്റെ എക്സാം കഴിയട്ടെ, എക്സാം കഴിഞ്ഞ് നീ നല്ല രീതിയിൽ മാർക്ക് മേടിച്ച് പാസ്സായി കഴിഞ്ഞാൽ എൻ്റെ വക ഒരു സമ്മാനമായിരിക്കും നിനക്ക്, നീ പ്രതീക്ഷിക്കാത്ത നല്ലൊരു കാറ് നിനക്ക് ഞാൻ പ്രസൻ്റായിട്ട് തരുമെന്ന് പറയും. അപ്പോഴത്തേക്ക് ബബിത പറയും, കാറിൻ്റെ ഒന്നും ആവശ്യമില്ല അച്ഛാ, ഇവനൊരു ബൈക്ക് എടുത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഇവനിപ്പോൾ കാറിൻ്റെ ആവശ്യം എന്താ എന്നൊക്കെ ചോദിക്കും. അത് നീ പറയണ്ട, എനിക്ക് കാറ് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞാൽ അച്ഛനില്ലേ, ദേ അച്ഛാ വെറുതെ അങ്ങനെ ചെയ്യണ്ട കേട്ടോ, അല്ലെങ്കിൽ തന്നെ പഠിക്കാൻ കേട്ട മണ്ടനാന്ന് പറയും. അങ്ങനൊന്നുമില്ല, അലിന ചേച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ട് നല്ലോണം പഠിക്കണമെന്ന്, അതുകൊണ്ട് ഞാൻ നല്ല മാർക്ക് മേടിച്ച് നല്ല ക്ലാസ്സോടുകൂടി തന്നെ പാസ്സാകുമെന്ന് പറയും. ഉടനെ ബാലേന്ദ്രൻ പറയും, അത് ശരിയാണ്, നിങ്ങൾക്കൊക്കെ നല്ല വഴി കാട്ടി തന്നിട്ട് അവൾ ഇവിടുന്ന് പോയത്, അതുകൊണ്ട് തന്നെ അവൾക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും അവൾ തെളിയിച്ച് തന്ന വഴിയിലൂടെ തന്നെ നല്ല രീതിയിൽ നടക്കുക, നല്ല രീതിയിൽ പഠിച്ച് നല്ല മാർക്ക് മേടിക്കുക, അതൊക്കെയാണ് നിങ്ങൾ അവൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സന്തോഷം എന്ന് ബാലേന്ദ്രൻ പറയുന്നുണ്ട്. അത് ഞങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കും വെച്ചാൽ ചേച്ചി പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളിനി ജീവിക്കത്തുള്ളൂ എന്നൊക്കെ
കൃഷ്ണൻ്റെയും ബബിതയും പറയുന്നുണ്ട്. അതിനുശേഷം ബാലേന്ദ്രന് സന്തോഷമാവുന്നുണ്ട്. ബാലേന്ദ്രൻ ആഗ്രഹിച്ച രീതിയിലുള്ള മക്കളായിട്ട് അവർ മാറുകയാണ്. കാരണം എല്ലാ കാര്യത്തിലും സ്വന്തമായിട്ട് ഉത്തരവാദിത്തത്തോടു കൂടി എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്യുന്നു. എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് മക്കളെക്കുറിച്ച്. അതൊക്കെ കേൾക്കുമ്പോൾ ഒരു അച്ഛൻ എന്ന നിലയിൽ ബാലേന്ദ്രന് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ അവർ ട്രിപ്പെല്ലാം പോയിട്ട് തിരിച്ച് സന്തോഷമായിട്ട് വീട്ടിലോട്ട് വരികയാണ്. അതിനുശേഷം നമ്മുടെ മനുശങ്കർ അലീനെ വിളിച്ച് സംസാരിക്കുകയാണ്. അങ്ങനെ അവിടുത്തെ കുളത്തൂപ്പുള്ളിലെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അലീന പറയും, കേണൽ സാറ് എന്നോട് വലുതായിട്ട് അടുക്കുന്നതൊന്നുമില്ല, ഞാനും കേണൽ സാറോട്ട് ചേർന്ന് പോകുമെന്ന് തോന്നുന്നില്ല, ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും പപ്പ ദേഷ്യപ്പെടുകയെന്നൊക്കെ പറയും. അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം എന്നൊക്കെ അലീന പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ വേറെ സംഭവം ഉണ്ടായി മനോട്ടാ. അതെന്താ? അതോ, ഇവിടെ വല്യപ്പച്ചൻ വന്നിരുന്നു. വല്യപ്പച്ചനോ? അതെ, എൻ്റെ പപ്പാടെ അച്ഛൻ. എന്നിട്ട് വന്നിട്ടേ എന്നെ പുറത്താക്കണമെന്ന് കരുതിയാണ് വല്യപ്പച്ചൻ വന്നത്. പക്ഷേ എന്നെ കണ്ടതും ആൾ ഫ്ലാറ്റായി. അതെങ്ങനെ? അത് പപ്പാടെ അമ്മയുടെ കണക്കിരിക്കുമോ എന്നെ കണ്ടാലെന്ന് പറഞ്ഞു. ആണോ? അതുപോലെ ഇരിക്കുമോ? ചിന്നമ്മൂന്നാ വല്യമ്മച്ചിയുടെ പേര്. വല്യമ്മച്ചിയെ കണ്ട എൻ്റെ കണക്കിരിക്കുമോ? എൻ്റെ അതേ സംസാരവും ചിരിയും നോട്ടവും ഒക്കെ അതുപോലാണെന്നാണ് വല്യപ്പച്ചൻ പറയുന്നത്. അപ്പം നിന്നെ ഇറക്കി വിടാൻ വന്ന നിൻ്റെ വല്യപ്പച്ചൻ നിന്നെ കണ്ട് ഫ്ലാറ്റായി അല്ലേ? അതുകൊണ്ട് ഇപ്പം വല്യപ്പച്ചന് ഞാനും ഒറ്റക്കേട്ടാ. പപ്പ മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ രീതിയിൽ അങ്ങോട്ട് വരാത്തത്. കുഴപ്പമില്ല, കുറച്ച് ദിവസത്തിനുള്ളിൽ പപ്പയും ഞങ്ങളുടെ ഗ്യാങ്ങിൽ ചേർക്കാം എന്നൊക്കെ പറയും. അപ്പോൾ തന്നെ അലീന അവിടെ സേഫാണ്, വളരെയധികം സന്തോഷവതിയാണ് എന്നൊക്കെ അലീനയുടെ സംസാരത്തിൽ നിന്ന് മനുവിന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം ഫോൺ കട്ട് ചെയ്യുകയാണ്. അപ്പം മനുവിന് അങ്ങോട്ട് പോകണമെന്നൊരാഗ്രഹം മനുവിൻ്റെ മനസ്സിൽ തോന്നുന്നുണ്ട്. കുളത്തൂപ്പുഴ സ്റ്റാൻലി ജോസഫ് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അങ്ങനെ കുളത്തൂപ്പുഴയിലോട്ട് അലീനയെ കാണാൻ മനു തീരുമാനിച്ച് അങ്ങോട്ട് കുളത്തൂപ്പുഴയിലോട്ട് വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ വരാൻ പോകുന്ന കുറച്ച് ദിവസത്തിനുള്ളിൽ കാണാൻ പോകുന്നതാണ്. അങ്ങനെ കുളത്തൂപ്പുഴയിലോട്ട് മനുശങ്കർ വരുന്ന സമയത്ത് ഒരു ഓട്ടോയിലാണ് വരുന്നത്. അപ്പോൾ അവിടെ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ കുറേ പട്ടികളൊക്കെ കിടപ്പുണ്ട്. അപ്പോഴത്തേക്ക് ഓട്ടോക്കാരൻ പറയും, അല്ല സാറെന്താ ഇവിടെ? എനിക്ക് ഇവിടുത്തെ സ്റ്റാൻലി ജോസഫ് എന്ന് പറയുന്ന ആളെ കാണാമെന്ന് പറയും. ഓക്കെ, അപ്പോൾ നിങ്ങൾ വരുന്നില്ലേ? അയ്യോ സാറേ, എൻ്റെ പൊന്നു സാറേ, മനുഷ്യരെക്കാട്ട് നീളമണ്ണമുള്ള പട്ടികളാണ് ഇവിടെ കിടക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ വരുന്നില്ല. സാറിനെ വേണം ഞാൻ ഈ വാതിൽ ഇറക്കി വിടാം, എനിക്ക് ജീവന് പേടിയുണ്ട്. ഓട്ടോ ഓട്ടിച്ച സാറേ ഞാൻ എൻ്റെ ഉപജീവന മാർഗ്ഗം നോക്കുന്നത്. സാരമില്ല, ഞാൻ പൊയ്ക്കൊള്ളാം എന്ന് പറയും. അങ്ങനെ മനുശങ്കർ അവിടെ ഇറങ്ങുകയാണ്. അതിനുശേഷം മനുശങ്കർ പതുക്കെ അകത്തോട്ട് നടന്നു വരുമ്പോൾ അവിടെ നോക്കുമ്പോൾ വാതിലിൽ തന്നെ അലീന നിൽക്കുന്നത് കാണുന്നുണ്ട്. അപ്പോഴത്തേക്ക് അലീനയ്ക്ക് ഭയങ്കര സന്തോഷവും താൻ കുളത്തൂപ്പുഴയിലോട്ട് വന്ന ശേഷം തൻ്റെ പപ്പയുടെ വീട്ടിൽ താമസമാക്കിയതിന് ശേഷം ആദ്യമായിട്ടാണ് തന്നെ ഒരാൾ കാണാൻ വരുന്നത്. അതും തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള തൻ്റെ മനുവേട്ടൻ. അങ്ങനെ അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ അലീന ഓടി വന്ന് മനുവിനെ സ്വീകരിക്കുന്നുണ്ട്. മനുവേട്ട, എന്തു പറ്റി? ഒട്ടും പ്രതീക്ഷിക്കാതെ ഫോൺ വിളിച്ചപ്പോൾ പോലും ഇങ്ങോട്ട് വരുന്ന കാര്യം പറഞ്ഞില്ലല്ലോ. ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നത് ഇങ്ങോട്ട് വരണോ വേണ്ടായോ എന്നൊക്കെ. ഇപ്പം നീ ഇവിടെ വന്നതിന് ശേഷം ഇങ്ങോട്ട് വരാമെന്നൊക്കെ കരുതി. കുറച്ച് ദിവസം നീ ഇവിടെ നിന്നിട്ട് നിൻ്റെ ഒരു ചുറ്റുപാടൊക്കെ അറിഞ്ഞതിന് ശേഷം വരാമെന്ന് കരുതി. കൊള്ളാം, എന്തായാലും ബാ മനുവേട്ട, എല്ലാവരും പരിചയപ്പെടുത്താമെന്ന് പറയും. അങ്ങനെ അവതക്കുട്ടിച്ചായൻ ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ അവതക്കുട്ടിച്ചായനെ വിളിച്ച് നമ്മുടെ അലീന പരിചയപ്പെടുത്താൻ, ഇതാണ് എൻ്റെ വല്യപ്പച്ചൻ, അവതക്കുട്ടിച്ചായൻ എന്ന് പറയും, കുട്ടിച്ചായൻ എന്ന് വിളിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മനുശങ്കർ ചോദിക്കും, ഇതാണ് മനുവേട്ടൻ മനുശങ്കർ എന്ന് ചോദിക്കും. അപ്പോൾ മോൻ എവിടെ ജോലി ചെയ്യുന്നത്? ഇൻഫോസിസിലാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ ആരൊക്കെയുണ്ട് എന്ന കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇത് ആരാന്ന് ചോദിക്കുമ്പോൾ പറയും, കൊല്ലപ്പള്ളിയിലുള്ള ശിവശങ്കര മേനോൻ്റെ മകനാന്ന് പറയുന്നുണ്ട്. അപ്പം അവതക്കുട്ടിച്ചായന് മനസ്സിലാവുന്നുണ്ട്. ശരി, അങ്ങനെ അവരെ പരിചയപ്പെടുന്നുണ്ട്. അപ്പം അലീനയുടെ സംസാരവും രീതിയെ കാണുമ്പോൾ അവതക്കുട്ടിച്ചായന് മനസ്സിലാവുന്നുണ്ട് കേവലം ഒരു സാധാരണ സൗഹൃദമല്ല അവർ തമ്മിലുള്ളതെന്ന് അവതക്കുട്ടിച്ചായന് മനസ്സിലാവുന്നുണ്ട്. അലീനയുടെ കണ്ണുകളിൽ ആ ഒരു തിളക്കം കാണുമ്പോൾ മനുവിനോട് സംസാരിക്കുമ്പോൾ. അതിനുശേഷം പറയും, ബാ മനുവേട്ട, പപ്പായെ പരിചയപ്പെടുത്താമെന്ന് പറയും. അങ്ങനെ സ്റ്റാൻലിയുടെ റൂമിലോട്ട് കൊണ്ടുപോവുകയാണ്. അങ്ങനെ സ്റ്റാൻലിയെ അലീന പരിചയപ്പെടുത്തുന്നുണ്ട്. ഇതാണ് പപ്പ മനുവേട്ടൻ, കൊല്ലപ്പള്ളിയിലുള്ള. മനസ്സിലായെന്ന് പറയും. മനുശങ്കർ ഇരിക്കാൻ പറയും. അങ്ങനെ മനുവിനോട് സംസാരിക്കുന്നുണ്ട്. എങ്കിലും വലിയൊരു ബാലചന്ദ്രൻ്റെ കണക്കൊരു അടുപ്പം തോന്നുന്ന രീതിയിലുള്ള പെരുമാറ്റമല്ല, കുറച്ച് ഗൗരവക്കാരനായിട്ടുള്ള ഒരു രീതിയിലുള്ള പെരുമാറ്റമൊക്കെയാണ്. അപ്പം അലീന പറഞ്ഞതൊക്കെ മനുശങ്കറിന് മനസ്സിലാവും, പപ്പ കുറച്ച് ഗൗരവക്കാരനാണെന്നൊക്കെയുള്ള കാര്യം. അങ്ങനെ അതിനുശേഷം സംസാരിക്കും. മനുശങ്കർ ഫുഡൊന്നും കഴിച്ചില്ലല്ലോ, ഫുഡൊക്കെ കഴിച്ചിട്ട് സമാധാനത്തിൽ പോയാൽ മതി എന്നൊക്കെയാണ് പറയുന്നുണ്ട്. പക്ഷേ സ്റ്റാൻലിയുടെ പെരുമാറ്റം മനുശങ്കറിന് അത്രയ്ക്കൊരു തൃപ്തികരമായിരുന്നില്ല. കുറച്ചൊരു ഗൗരവക്കാരൻ, വലിയ പരിചയമില്ലാത്തൊരു മാതിരി സംസാരമൊക്കെ ആയിരുന്നു. അപ്പോൾ അലീനയ്ക്കത് ശരിയായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഫീൽ ചെയ്യുന്നുണ്ട് ഇങ്ങനെ പപ്പ പെരുമാറുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ വരാൻ പോകുന്ന റിവ്യൂവിൽ കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.